ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇന്നൊരു വെറൈറ്റി പായസം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇളനീർ പായസം. ഇളനീർ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്, ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊരു വെറൈറ്റി പായസം കൂടിയാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഈ ഇളനീർ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചവ്വരി അല്ലെങ്കിൽ സാഗോ. സാഗോ ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അതിന് ശേഷം ഒരു 1 അവർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുത്ത ശേഷം അത് അരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് നമ്മൾ ഇളനീര് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് പുറമെ ഞാനൊരു കുറച്ച് നമ്മൾ ഇളനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉരുളി എടുക്കുക, അത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് നന്നായിട്ട് അങ്ങ് ഉരുക്കി വരുമ്പോൾ അതിലോട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നെയ്യിൽ അങ്ങ് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് മുന്തിരി കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെയാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത്. ഞാനിവിടെ 1 പാക്കറ്റ് പാലാണ് കേട്ടോ ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇളനീർ പായസത്തിനുള്ള നമ്മളെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫംഗ്ഷൻ ടൈമിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയും ടേസ്റ്റി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ഓൾറെഡി നമ്മൾ കുറച്ച് ഷുഗർ, അതായത് പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടെ ഒന്ന് അടിച്ചു വെച്ചിരുന്നു. അതാണ് കേട്ടോ ഞാൻ ഇതിൽ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഏലക്ക ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഓൾറെഡി അടിച്ചു വെച്ചതായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പറഞ്ഞിരുന്നു സാഗോ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് അരിച്ച് മാറ്റി വെച്ചിരുന്നു. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചവ്വരി അല്ലെങ്കിൽ സാഗോ അത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ബലം പ്രയോഗിക്കരുത്, കാരണം അതൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര, അതായത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമ്മളിതിൽ വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. ഇതിൽ ആഡ് ചെയ്യുന്നത് ഇടിയപ്പവും അവിലും സാഗോയും ഒക്കെ നമ്മൾ ഈ ഒരു ഇളനീർ പായസത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവിൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണേ, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇളഞ്ഞി. അത് ഞാൻ നേരത്തെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളഞ്ഞി കഷ്ണം കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് രണ്ടും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടത് ഉപ്പ് ചേർക്കാതെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയപ്പം ഉണ്ട്. അത് നമ്മൾ കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ ഒരു ഇടിയപ്പം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുമോ ഇല്ലേ എന്ന്. പക്ഷേ ഒരിക്കലുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മളൊരു സേമിയ പായസം എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലത്തെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ ഈ ഇടിയപ്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇളഞ്ഞിയും സാഗോയും ഇടിയപ്പം അവിലും എല്ലാം കൂടെ ചേർന്നാൽ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. നമ്മുടെ പായസം ഓവറോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ആഡ് ചെയ്ത് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം ചെറിയ ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ ആക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ചിൽഡ്രൻ പപ്പ ആൻഡ് ടേക്ക് കെയർ.